അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഡേറ്റ് ഡിസംബർ മാസത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ്. എങ്ങനെ പഠിക്കാൻ പറ്റും, പഠിച്ച് തീരാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഹാർഡ്ലി ലെസ് ദാൻ 80 ഡേയ്സ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ ഈ 80 ഡേയ്സിനുള്ളിൽ നമുക്കൊരു വാസ്റ്റ് സിലബസ് തന്നെ കവർ ചെയ്യാനുണ്ട്. ഈ സിലബസിൽ നമുക്ക് വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സ് ഉണ്ട്, വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം, അതായത് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് തറവാക്കേണ്ട സബ്ജക്ട്സ് ഉണ്ട്. പക്ഷേ ഈ 75 ഡേയ്സിനുള്ളിൽ എങ്ങനെ ഈ ഒരു PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി നമുക്ക് എഫക്റ്റീവായി തയ്യാറെടുക്കാൻ പറ്റും? 2 മണിക്കൂറും 3 മണിക്കൂറും പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഡ് ട്രൂത്ത് ആണെങ്കിൽ പോലും 2-3 മണിക്കൂർ മാത്രം ഇനി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കുറച്ചും കൂടി, അതായത് 6 to 8 hours വർക്ക് ചെയ്യാൻ തയ്യാറായി മാത്രം ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും കോഴ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 75 ഡേയ്സ് കൊണ്ട് PWD AE എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്നു. പക്ഷെ അത് ഒരു പ്രഷറിലാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 75 ഡേയ്സിനുള്ളിൽ ഈ ഹാർഡ് സിലബസ് അല്ലെങ്കിൽ ഈ ഒരു വാസ്റ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഫ്രണ്ടിൽ റേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് തരുന്നത്. അത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് 75 ഡേയ്സ് കൊണ്ട് എങ്ങനെ ആ സിലബസ് ഡീകോഡ് ചെയ്ത് എഫക്റ്റീവായി പഠിക്കാൻ പറ്റും. ഡീകോഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സിന് ഒരുപാട് സമയം കൊടുത്ത് ആ 20 മാർക്കുകൾ 10 മാർക്കുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഫുള്ള് കിട്ടിയാൽ മാത്രമേ 50 എബോവ് കിട്ടി സേഫ് സ്കോറായി നമുക്ക് മാറുള്ളൂ. ഒരു 60 അടുപ്പിച്ച് മാർക്ക്, അല്ലെങ്കിൽ 60+ ആവണം നമ്മുടെ ടാർഗറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യ റാങ്കുകളിലെത്തി ജോലി കിട്ടത്തുള്ളൂ. 60+, 60ക്കും 70ക്കും ഇടയ്ക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്. 50-60യുടെ ഇടയ്ക്ക് കട്ട് ഓഫ് വരുമെങ്കിൽ കൂടി റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയാൽ നമുക്ക് ടെക്നിക്കൽ റാങ്ക് ലിസ്റ്റുകൾ ജോലി കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല. ആദ്യ റാങ്കുകളിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യം ആലോചിക്കണം. നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ജോലി കിട്ടുന്ന ഒരിടത്ത് ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുകയും വേണം. പക്ഷേ എന്ന് എഫക്റ്റീവായിട്ട് ഹെവി വെയിറ്റേജ് ഉള്ള ഹെവി സബ്ജക്ട്സ് നമ്മൾ ഒട്ടും വിട്ട് കളയാനും പാടില്ല. ഈ രീതിക്ക് പഠിച്ചാൽ മാത്രമേ ഈ 75 ദിവസം കൊണ്ട് നമുക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന സ്വപ്ന ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഞാൻ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് RCCക്ക് 20 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പക്ഷേ ഈ 20 മാർക്ക് RCC വെയിറ്റേജ് ഉണ്ടെങ്കിൽ കൂടി ഈ 20 മാർക്ക് ഡയറക്റ്റ്ലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുന്നേ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള 2 ആൾക്കാരെ പഠിക്കണം. മെക്കാനിക്സ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും 10 മാർക്കേ ഉള്ളെങ്കിൽ കൂടി ആദ്യം അത് പഠിച്ചിട്ട് മാത്രം RCCയിലേക്ക് പോയാലുള്ള ഗുണം 30 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും എന്നുള്ളതാണ്. കാര്യം 20 മാർക്ക് RCCയുടെ, അല്ലെങ്കിൽ 18 മാർക്ക് ആയിക്കോട്ടെ, സ്റ്റീലും കൂടെ പഠിച്ചാൽ മാത്രമേ 20 മാർക്ക് കിട്ടുള്ളൂ. 17 മാർക്കോ 18 മാർക്കോ RCCയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ +10, ഈ 10 മാർക്ക്, അതായത് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ 10 മാർക്ക് 10 തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള 2 ടോപ്പിക്സ് ആണ്. നിങ്ങൾ 2020 ശേഷം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ LSTD AE വരെയുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ഈ 10 മാർക്കും നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. മാത്രമല്ല ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റും. സോ കുറച്ച് സമയം, ഒരാഴ്ച നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മാർക്ക് നമ്മുടെ കയ്യിൽ ഡെഫിനറ്റ്ലി വരും. പിന്നെ RCCയുടെ 17 മാർക്കാണ്. ആ RCCയുടെ 17 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചധികം കോഡുകൾ പഠിക്കുകയും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ 20 മാർക്ക് നമുക്ക് കിട്ടും. സോ നിങ്ങളൊന്ന് ആലോചിച്ചു, 17 മാർക്കും. സോ 27 മാർക്സ് നമുക്ക് ഈ 3 സബ്ജക്ട്സ് പഠിച്ചാൽ കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ച നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ സ്ട്രെസ് സ്ട്രെയിൻ ഹുക്സ് ലോ പോയ്സൺസ് റേഷ്യോ, അതായത് ഫസ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഇട്ടിരിക്കുകയാണ് Day 1. ഇനി സ്ട്രെസ് സ്ട്രെയിൻ നന്നായി തറവായ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ക്ലാസ് കണ്ട് Day 1 ഇരുന്ന് സമയം കളയരുത്. വീഡിയോ ക്ലാസ്സസ് സ്പീഡ് കൂട്ടിയിട്ട് കാണുകയോ അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സ് എടുത്ത് പഠിക്കുകയോ മാത്രം മതി. ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഫോർമുലയിലൂടെ പോയിട്ട് ഈ ദിവസം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് എടുക്കുക. ബാക്കി സമയം ഡെഫിനറ്റ്ലി വരും. കാര്യം 6 മുതൽ 7 മണിക്കൂർ വരെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ, രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും എന്ന രീതിയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും അപ്പോൾ എന്താ ചെയ്യുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇത് ഒരു ബിഗിനറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി എക്സ്പേർട്സ് ആയിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി കോൺസെപ്റ്റുകൾ പഠിച്ച് ഫോർമുലാസ് എല്ലാം പഠിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇത്രയും സമയം ഒരു ദിവസം ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് കട്ട് ഷോട്ട് ചെയ്തിട്ട് ബാക്കി ടോപ്പിക്സിലേക്ക് പോവുകയോ റിവിഷനിലേക്കോ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ഇത് ഒരാഴ്ച എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ Day 1 നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ പറയുന്നു. Day 2 SFD BMD, അതിന് ന്യൂമറിക്കൽസ്. Day 3 ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്.
Day 4 deflection of beams. Day 5 columns. Day 6 trusses, energy method, virtual work. Day 7 indeterminate structures, അതായത് moment distribution method, slope deflection method. Day 8 ILD, arches, Candice method. ഇതോടുകൂടി 10 മാർക്കിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസും നമ്മുടെ മെക്കാനിക്സ് സോളിഡ്സും ബേസിക്സ് ഉൾപ്പെടെ നമ്മൾ പഠിക്കും. ഇനി ഡേ 9 to 20, അതായത് അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്നത് RCCയിലേക്ക് പോവുകയാണ്. RCCയിലേക്ക് പോകുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ നേരത്തെ തീർന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് RCCയിലേക്ക് പോവാം. ഓക്കെ, ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, IS കോഡൽ പ്രൊവിഷൻ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ വേഴ്സസ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിഫറൻസസ് അറിഞ്ഞിരിക്കുക. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, സ്റ്റിൽ ജസ്റ്റ് അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. Then analysis of singly and doubly reinforced beam, shear strength, shear reinforcement, bond, development length, curtailment, torsion. ഇതൊക്കെ ഒരു ദിവസത്തേക്കൊന്നുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചിലവ്, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ലെവല് ആദ്യം എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ SSCGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതർ സ്റ്റേറ്റിൻ്റെ AE ലെവൽ JE ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ദെൻ കേരള PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ AE ക്വസ്റ്റ്യൻസ് ചെയ്യുക, ESCയുടെ പ്രിലിംസ് ചെയ്യുക, ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ 5 ലെവലിലെ ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ ചെയ്യുക. SSCJ ഡിപ്ലോമ ലെവലിൽ ഒരു പരീക്ഷ ആയതുകൊണ്ട് ആദ്യം അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളുടെ AE എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയ ബുക്ക്ലെറ്റ് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ബുക്ക് നിങ്ങൾ വാങ്ങി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. 400 ക്വസ്റ്റ്യനൊക്കെ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടത് ESC നമ്മുടെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടും ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ESCയുടെ പ്രിലിംസും ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാര്യം LSTD A പേപ്പറിനകത്ത് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെവൽ 5 ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ മാർക്ക് 1 ടോപ്പിക് ആസ് കംപ്ലീറ്റ്. അപ്പം മാത്രമാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് curtailment of bar, 1-way slab, cantilever slab, 2-way slab, continuous slab, serviceability, reflection, cracking, then columns, short axial load വരുന്നത്, ടൈസ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, യൂണി ആക്സൽ, ബൈ ആക്സൽ ബെൻഡിങ്, സ്ലെൻഡർ കോളംസ്, ഫൂട്ടിംഗ്, റീറ്റെയിനിങ് ബോൾ, വാട്ടർ ടാങ്ക് എല്ലാം നമുക്ക് ആ ദിവസം പഠിക്കാവുന്നതാണ്. ദെൻ ഡേ 21 to 26 എത്തും. നമുക്കപ്പോൾ നമ്മുടെ കയ്യിൽ 27 മാർക്കിനുള്ള കാര്യമായി. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സസ്, സർവേയും മിക്സ് ചെയ്യുകയാണ്. ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 മാർക്ക് ടോട്ടൽ ആവുന്നത്. എന്തായാലും ഒരു 10 ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സസ്, സർവേയും എസ്റ്റിമേഷനോട് ചേരുമ്പോഴാണ് നമുക്ക് 20 മാർക്ക് ആവുന്നത്. അപ്പോൾ ഏകദേശം 20 മാർക്കോളം വീണ്ടും നമുക്ക് എളുപ്പമുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പഠിക്കുക, അത്രയും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. തിയറി ചിലപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്ന് നമുക്ക് അവിടെ ആൻസറിനകത്ത് ഓപ്ഷൻസിനകത്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് വിട്ടാനേ പറ്റും. പക്ഷേ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒക്കെ ഗുണമെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും റിലൈ ഓൺ കോൺസെപ്റ്റൽ സബ്ജക്ട്സ് റാദർ ദാൻ തിയറട്ടിക്കൽ സബ്ജക്ട്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാം, അവിടെ നമുക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. പക്ഷേ തിയറി നമ്മൾ എങ്ങനെ വേണേലും കൊടുക്കാം. അത് നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. തിയറി നമ്മളെ കുടുക്കിയിട്ടേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ വിത്ത് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് തരാം, മാത്ത് ഫോളോയിങ് തരാം. പക്ഷേ നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാനും നെഗറ്റീവ് മാർക്ക് അടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തിയറിയേക്കാൾ എപ്പോഴും റിലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ FMM, വാട്ടർ റിസോഴ്സും സർവേയും, ഫ്ലൂയിഡ്സിൻ്റെ പ്രഷർ, ബോയൻസി, ഫ്ലോ, കൈനമാറ്റിക്സ്, ഫ്ലോ ത്രൂ പൈപ്പ്, ടർബൈൻസ്, പമ്പ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ്, പിന്നെ ഓപ്പൺ ചാനൽ ഫ്ലോ, ഹൈഡ്രോളിക് ജാം, ഡയമെൻഷണൽ അനാലിസിസ്, ഹൈഡ്രോളജിയിൽ ബേസിക്സ്, ഹൈഡ്രോഗ്രാഫി, ഇറിഗേഷൻ മെത്തേഡ്, സർവേയിങ് വരുമ്പോൾ ലെവലിംഗ്, കോണ്ടൂറിംഗ്, തിയോഡലൈറ്റ്, ട്രയാങ്കുലേഷൻ, പിന്നെ EDM, GPS, GIS, എസ്റ്റിമേഷൻ, വാല്യൂഷൻ. എസ്റ്റിമേഷനും കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സർവേയിങ്ങിൽ നമ്മൾ മോഡേൺ സർവേയിങ് പെട്ടെന്ന് പഠിച്ചു തരും. അതിൻ്റെ കൂടെ എസ്റ്റിമേഷനും കൂടെ ആ ദിവസം തന്നെ മാക്സിമം തീർക്കാൻ നോക്കാം. നിങ്ങൾ എങ്ങനെയെങ്കിലും, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്, മെഷർമെൻറ്റ് യൂണിറ്റ് ഉണ്ട്, പേയ്മെൻറ്റ് യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ബോയൻസി, ഫ്ലോ, കൈനമാറ്റിക്സ് നേരത്തെ പഠിച്ചു തീർന്നിരിക്കാം. അപ്പോൾ അവിടെ വെച്ച് ഡേ 1 നിങ്ങൾ എസ്റ്റിമേഷൻ തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിൽ നിങ്ങൾക്ക് വാട്ടർ റിസോഴ്സസ്, സർവേയിങ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, എസ്റ്റിമേഷൻ തീർന്നിരിക്കണം. ഈ 20 മാർക്ക് ഈ ആഴ്ച കൊണ്ട് നമ്മൾ കവർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചും ചെയ്യാവുന്നതാണ്. ഈ ഓർഡറിൽ തന്നെ ദിവസത്തിൽ പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്ത ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. പാർട്ട് 1 ആണ് നമ്മൾ പറയുന്നത്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ടിമ്പർ, മോട്ടർ, സ്റ്റീല്, മോഡേൺ മെറ്റീരിയൽസ്, കോൺക്രീറ്റ്, അതിനുശേഷം ഫൗണ്ടേഷൻസ്, ലിൻഡൽ, ആർച്ചസ്, ഫ്ലോറിംഗ്, റൂഫിംഗ്, ഡോർ, വിൻഡോ, വെന്റിലേറ്റേഴ്സ്, ഫിനിഷിംഗ്, ടോൾ ബിൽഡിംഗ്സ്, പ്രീ ഫാബ്രിക്കേഷൻ, സ്ലിപ്പ് ഫോം, ഫെയിലിയേഴ്സ്. ഈ 32ാമത്തെ ദിവസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പലപ്പോഴും നമ്മൾ വിട്ടുപോവുകയും നമുക്ക് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള
ഒരു ടോപ്പിക്കാണ്. പിന്നെ ഡേയ്സ് 33 to 36 നിങ്ങൾ ജിയോ ടെക്നിക്കലും എൻവയോൺമെൻറ്റലും എടുക്കുവാണ്. രണ്ടും കൂടി ചേർത്ത് 10+10 ഇനി വീണ്ടും 20 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജിയോ ടെക്നിക്കലിൽ സോയിൽ പ്രോപ്പർട്ടീസ്, ക്ലാസിഫിക്കേഷൻ, കോമ്പാക്ഷൻ, പിന്നെ ഷിയർ സ്ട്രെങ്ത്, കൺസോൾട്ടേഷൻ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വെച്ച് തീരുന്നില്ല. ഇനി ഈ 2 ദിവസം സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എർത്ത് പ്രഷർ തിയറീസ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഇത്രയും കൂടി എൻകോപ്പറേറ്റ് ചെയ്ത് പഠിച്ചിരിക്കും. ഓക്കെ, ഡേ 35 വരുമ്പോൾ വാട്ടർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്, ദെൻ സീവേഴ്സ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, എയർ പൊല്യൂഷൻ. ഡേ 36 കുറച്ച് ടൈറ്റ് ആയിരിക്കും, 35 ആൻഡ് 36 കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് 33, 34 എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജിയോ ടെക്നിക്കൽ പഠിക്കാൻ നോക്കുക. ജിയോ ടെക്നിക്കൽ ഇവിടെ തീരുന്നില്ല. ഇനി 37 to 40 നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ പ്ലാനിംഗ് ആണ്. അതിനകത്ത് 10 മാർക്കാണ്. ഹൈവേസ്, ദെൻ പേയ്മെൻറ്റ് ഡിസൈൻ, എയർപോർട്ട്, റെയിൽവേ ടണൽ, ഹാർബർ, അർബൻ പ്ലാനിംഗ് മാത്രമാണ് ഡേ 40 പറയുന്നത്. വേണമെങ്കിൽ ഈ ഡേ 40ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ GTയുടെ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്, പിന്നെ നമ്മുടെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ ഈ ദിവസം പഠിക്കാം. അർബൻ പ്ലാനിങ് ഇവിടെ നിന്നോട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതായത് നമുക്കിപ്പം നമ്മുടെ December 11th എക്സാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് തൊട്ട് മുന്നത്തെ ഒരാഴ്ച ഈ കാര്യം പഠിച്ചാൽ മതി. കാര്യം തിയറിയാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന വെറും സിമ്പിൾ തിയറിയാണ്, മറന്നു പോകാൻ ചാൻസ് ആണ് നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഡേ 40 ഇവിടെ വേണം സ്കിപ്പ് ചെയ്ത് ഇവിടെ ജിയോ ടെക്നിക്കൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ സജഷൻ. എഗെയിൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി കസ്റ്റമൈസേഷൻസ് വരുത്താം. പിന്നെ നമ്മൾ ഫേസ് 2ലേക്ക് എത്തുവാണ്, ഡേ 41 to 55. അവിടെ നമ്മൾ അഡ്വാൻസ് കവറേജും പഠിച്ച കാര്യങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതിൽ നമ്മൾ RCC വീണ്ടും വരുവാണ്. അവിടെ സർക്കുലർ സ്ലാബ്, വാട്ടർ ടാങ്ക്, പിന്നെ നമ്മുടെ പ്രീസ്ട്രെസ് കോൺക്രീറ്റിൻ്റെ ബേസിക്സ്, മെറ്റീരിയൽസ്, സിസ്റ്റംസ് ഓഫ് പ്രീസ്ട്രെസ്സിങ്, ലോസ് ഓഫ് പ്രീസ്ട്രെസ്ഡ് ബീം അനാലിസിസ്, പിന്നെ സ്റ്റീൽ വരികയാണ്. സ്റ്റീല് 2 ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടിമ്പർ, കോമ്പോസിറ്റ് ബീം 1 ദിവസം. ടിമ്പർ 1 ദിവസം ഒന്നും വേണ്ട, ആക്ച്വലി പകുതി ദിവസം കൊണ്ട് തന്നെ നമുക്ക് ടിമ്പറിൻ്റെ കോഡ് പഠിച്ചെടുക്കാവുന്നതാണ്. ദെൻ ഡേ 47 to 50 BMCയിലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പാർട്ട് 2ലേക്ക് നമ്മൾ വന്നു. അവിടെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, ഡിസ്പ്യൂട്ട്സ്, എത്തിക്സ് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് മാനേജ്മെൻറ്റ്, റെട്രോഫിറ്റിംഗ്, ഫെയിലിയേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വിടാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് കൂടി ഞാനിവിടെ റിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ വീക്ക് നിങ്ങൾ നോക്കിയ ഫുള്ള് തിയറിയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ദിവസം, ഫോർ എക്സാമ്പിൾ പറയാം, ആ ദിവസം കുറച്ച് RCCയുടെ ക്വസ്റ്റ്യൻസ് വീണ്ടും അവിടെ ചെയ്യാം, സ്റ്റീലിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തിയറി മാത്രമുള്ള ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിച്ച് തീരുന്നതിനനുസരിച്ച് പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി 51 മുതൽ 55ാമത്തെ ദിവസം വരെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട്സും, അതായത് നമ്മൾ മുന്നേ ഉള്ള ദിവസങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതായത് RCCയുടെയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് ഉദ്ദേശിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡേ 52 എങ്ങനെ കോമ്പിനേഷൻ കൊടുക്കാം കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുത്തതാണ്. ഫ്ലൂയിഡ് എൻവയോൺമെൻറ്റൽ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ടൗൺ പ്ലാനിങ്, ഷോർട്ട് നോട്ട്സ് വായിക്കുക. ദെൻ ക്വിക്ക് ഫോർമുല ഷീറ്റ് പ്രിപ്പറേഷൻ ഡേ 55 ചെയ്തിരിക്കാം. ഫോർമുല ഷീറ്റ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് എത്ര കോൺസെപ്റ്റ് അറിയാമെന്ന് പറഞ്ഞാലും, ഒരു പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് അറിയാമെന്ന് പറഞ്ഞാലും, ഫോർമുല അവിടെ മറന്നു പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വാലിഡ് അല്ല, നമുക്ക് ഫൈനൽ ആൻസറാണ് എക്സാമിന് വേണ്ടുള്ളത്. ഓക്കെ, ഇനി ഫേസ് 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിവിഷൻ ആണ്. നമുക്ക് 56 to 65th ഡേയിൽ RCC, സ്റ്റീൽ, PSC ഫുൾ റിവൈസ് ചെയ്യുക. BMC കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് റിവൈസ് ചെയ്യുക. മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, സർവേയിങ് എൻവയോൺമെൻറ്റൽ, ജിയോ ടെക്നിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ. ഈ ഒരു വേരിയേഷൻ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പല രീതിയിൽ ക്ലബ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്ത് മാറ്റി എന്നുള്ളത്. ഇനി ഫേസ് 4 എന്ന് പറഞ്ഞാൽ 66 to 72 ആണ്. അടുത്ത ഫേസ് റിവിഷനിലേക്ക് പോവാണ്. RCC പെട്ടെന്നൊന്ന് ക്വിക്ക് റൺ ത്രൂ എന്ന് പറഞ്ഞാൽ വേഗം വായിക്കുക. BMC ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, സർവേയിങ്, വാല്യുവേഷൻ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ, ജിയോ ടെക്നിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ പ്ലാനിംഗ്, ഫുൾ സിലബസ് ഫോർമുല റിവിഷനാണ് നമ്മൾ ഡേ 72 ചെയ്യുന്നത്. സോ വി ആർ അപ്രോച്ചിങ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് എ സ്റ്റഡി പ്ലാൻ നമ്മുടെ എക്സാമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ലാസ്റ്റ് വീക്കാണ് ഫൈനൽ പ്രിപ്പറേഷൻ. 73 to 75th ഡേ ആണ്. മോക്ക് ടെസ്റ്റുകൾ എഴുതേണ്ട അവസാനത്തെ ആഴ്ചയിലാണ്. നിർബന്ധമായും ബുക്കുകളെല്ലാം മാറ്റി വെച്ച് ടൈമർ ഓണാക്കി മോക്ക് ടെസ്റ്റ് എഴുതി തന്നെ ശീലിക്കുക. ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം. 100 മാർക്ക് ടൈംഡ് ടെസ്റ്റ് തന്നെ എഴുതുക. പിന്നെ അതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ വീക്ക് ഏരിയാസ് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുക, അതായത് ശക്തിപ്പെടുത്തുക. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്നിട്ട് അവസാനത്തെ ദിവസം ഫോർമുല റീക്യാപ്പ് ചെയ്യുക, ചെറുതായിട്ട് പഠിക്കുക. ഒരുപാട് ടെൻഷനൊന്നും ലാസ്റ്റ് ദിവസങ്ങളിൽ എടുക്കരുത്. മതിയാവോളം റിലാക്സ് ചെയ്യുക. അതുപോലെ നന്നായി ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. റിലാക്സ്ഡ് മോഡിൽ വേണം എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്.
സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസിൻ്റെ ഒരു ഡീകോഡിങ് പറയുന്നത്. ആൻഡ് നമ്മുടെ എൻട്രിയിൽ 75 ഡേയ്സ് AEPWD സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 75 ദിവസം നിങ്ങളോടൊപ്പം ഞാനും ചേർന്ന് നമ്മൾ ഈ ഒരു AEPWD എക്സാമിന് ഫേസ് ചെയ്യാണ്. കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് ഹിയർ ഇസ് ദ ഗ്ലിംസസ് ഓഫ് സം ഓഫ് അവർ റിസൾട്ട്. നമ്മുടെ റിസൾട്ടുകളാണിത്. KCB സബ് എഞ്ചിനീയർ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നവർ, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂ ഓഫ് LSTD AE ഓൾറെഡി സർവീസിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ. അപ്പം ഇതൊക്കെ നമ്മുടെ അവരെയൊക്കെ എന്താ പറയുക, ഈ ഒരു ക്ലാസ്സസിലൂടെ നമുക്ക് എന്താ പറയുക എത്രത്തോളം അവർക്ക് ആ ഒരു എക്സാം ഹോളിൽ ഗുണം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ആണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു ടെസ്റ്റിമോണിയൽ തന്ന് എൻട്രിയുടെ ഒരു ഫേസായി മാറാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാത്രമല്ല നമുക്ക് RRBJക്ക് മോർ ദാൻ 23+ ക്വാളിഫൈഡ് യൂസേഴ്സ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ സക്സസ്ഫുള്ളി DV ആൻഡ് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്ത യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്റപ്സ് നടത്താറുണ്ട്. അപ്പോൾ ഈ മീറ്റപ്സിലൊക്കെ ഒരു നല്ല റാങ്കോട് കൂടി സർവീസിൽ കയറിയിട്ട് വന്ന് പെടുക എന്നുള്ളത് വളരെ അഭിമാനപരമായ ഒരു നിമിഷമാണ്. ഇങ്ങനെയുള്ള ഹാപ്പി ഫേസ് കാണുന്നതാണ് നമ്മുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പകുതി ചെയ്യുക, പകുതി നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ ഫേമസ് ഹോർഡിങ്സ് പോലെ, ഹോർഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റോഡിലൊക്കെ എൻട്രിയിലെ, ഞാൻ പാതി എൻട്രി പാതി, അതുപോലെ എൻട്രിയുടെ പകുതി ഭാഗം നമ്മൾ ചെയ്തു തരും, ബാക്കി പകുതി ഭാഗം നിങ്ങളും കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് അല്ലെങ്കിൽ അടുത്ത സക്സസ് സ്റ്റോറി നിങ്ങളുടേതായി മാറും. സോ ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങുക. താങ്ക് യു.